എൻ്റെ പേര് നക്ഷത്ര. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. പക്ഷെ അമ്മ പറഞ്ഞ എന്നോടും ടീച്ചർ ആവാനാണ്. എനിക്ക് ടീച്ചർ ആവാൻ താല്പര്യമില്ല, എനിക്കൊരു ബിസിനസ്സുകാരി ആവാൻ താല്പര്യം. ബീനാനിനെ പോലെ ഒരു ബിസിനസ്സുകാരി ആവാൻ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരുമോ? നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ബീനാക്കണ്ണൻ വരുന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളൊരു പ്രൊമോ ചെയ്തിരുന്നു. അപ്പോൾ പ്രേക്ഷകരോട് എന്തെങ്കിലും നേരിട്ട് ബീനാക്കണ്ണനോട് ചോദിക്കാനുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കണ്ടായി. അപ്പോൾ ഏകദേശം കുറേ ആളുകൾ അതിന് റെസ്പോണ്ട് ചെയ്തു. പല പല സ്ഥലങ്ങളിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തു. പിന്നെ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ബീനാക്കണ്ണനോട് ചോദിക്കുമ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടില്ല. ഈ ബീനാക്കണ്ണനോട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു ദിവസം സമയം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി മെസ്സേജുകളാണ് വന്നത്. എന്നിട്ടും കുറേ ആളുകൾ അയച്ചു. അതിൽ കുട്ടികളടക്കം കുറേ കാര്യങ്ങൾ അയച്ചു. അതിൽ ഞാൻ ഓരോ വീഡിയോസും കാണിച്ചു തരാം. ഹായ് വീനമ്മ, I am Devasupta. I am a K-pop lover. I have a small request. ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ട്രെൻഡിങ് K-pop ഡ്രസ്സുകൾ ഒന്ന് സെറ്റാക്കി തരുമോ? ഹായ് ദേവസുത്ത, ദിസ് ഇസ് ബീന കണ്ണൻ. നിങ്ങളൊരു 5-8 പേർക്കൊക്കെ എന്താ വേണ്ടിയെന്ന് തെളിച്ച് വന്ന് കാണിച്ച് പറയുകയാണെങ്കിൽ ആ സെയിം ടൈപ്സ് അവൈലബിൾ ആണോ എന്ന് ഞാൻ നോക്കാം. ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പല സ്ഥലങ്ങളും എനിക്കറിയാം. അവിടെ പോയിട്ട് തപ്പിയാൽ കിട്ടുകയാണെങ്കിൽ ദെൻ യു ആർ ബ്ലെസ്ഡ്. 90% കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് വേണം, ഏത് സൈസ് വേണം എന്നുള്ളത് ഒന്നിലെ 4th ഫ്ലോറിലെ ഗണേശൻ അല്ലെങ്കിൽ ടു ജോബിൻ ആദ്യത്തെങ്കിലും ഇത് പറഞ്ഞിരിക്കണം. സോ സോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോഴ്സ് ചെയ്ത് തരാം. ഇനി ഫാബ്രിക് ഇതുപോലെ എന്ത് വേണമെങ്കിലും ഞാൻ തയ്ച്ച് തരാം, ഏത് കളറിൽ എന്ത് വേണമെങ്കിലും തയ്ച്ച് തരാം. പക്ഷേ ഈ ഫാബ്രിക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡി ആയിട്ട് കൗണ്ടറിൽ കാണില്ല. അവിടെയാണ് എൻ്റെ ബുദ്ധിമുട്ട്. ഫാബ്രിക്കും കൂടി സോഴ്സ് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് എ ബിഗ് വർക്ക്. ലൈക്ക് ഈ ഫ്ലോറസൻ കളറിലൊക്കെ ഇത്രയും സാധനം വാങ്ങിച്ചു വെച്ചാൽ ഒരു 1/2 മീറ്റർ മതിയായിരിക്കും ദേവസൂക്തയ്ക്ക്. ബാക്കിയുള്ള 200 മീറ്റർ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും എന്നുള്ള ചോദ്യം വരാം. അല്ലെങ്കിൽ വേറെ മെറ്റീരിയൽ, ഇപ്പോൾ ജോർജറ്റ് പോലത്തെ മെറ്റീരിയൽ ഡൈ ചെയ്ത് ഏത് ഫ്ലോറസൻ കളർ വേണേലും ഞാൻ ചെയ്തു തരാം. ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ദ സെയിം മെറ്റീരിയൽ. പടത്തിൽ കാണുന്ന പോലത്തെ പോളി ഫാബ്രിക് ആയിരിക്കില്ല. വേറെ ഫാബ്രിക്കിൽ സെയിം പാറ്റേൺ തയ്ച്ച് തരാൻ പറ്റും. അപ്പോൾ ഈ ലോകത്തിൽ എവിടെ എന്ത് സാധനം ഉണ്ടെങ്കിലും കൊണ്ടുതരാൻ പറ്റും. ഇല്ലെങ്കിൽ അതുപോലെ ഞാൻ തയ്ച്ചു തരും. അപ്പോൾ ദേവസുത്ത ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടിയാണ്, ഇതൊരു ടച്ചിങ് സാധനമാണ്. ആ കുട്ടി ഹായ് ബീനാൻഡി, എൻ്റെ പേര് നക്ഷത്ര. എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്. പക്ഷെ അമ്മ പറഞ്ഞ എന്നോടും ടീച്ചർ ആവാനാണ്. എനിക്ക് ടീച്ചർ ആവാൻ താല്പര്യമില്ല, എനിക്കൊരു ബിസിനസ്സുകാരി ആവാനാണ് താല്പര്യം. ബീനാനിനെ പോലെ ഒരു ബിസിനസ്സുകാരി ആവാൻ ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരുമോ? ഹായ് നക്ഷത്ര. നക്ഷത്ര ഒരു ടീച്ചറിന്റെ മോൾ ആയതുകൊണ്ട് ടീച്ചർ ആണെന്നൊന്നും നക്ഷത്ര തീരുമാനിക്കണ്ട. നക്ഷത്രയുടെ അമ്മയുടെ ഇഷ്ടം ശരി എന്നൊക്കെ പറഞ്ഞോളൂ. നക്ഷത്ര എന്ത് വേണോ ആകാനുള്ള ശ്രമം മുന്നോട്ട് പോകാം. ബിസിനസ്സുകാരി ആവണമെങ്കിൽ റിസോഴ്സസ് വേണം, ആദ്യം പൈസ വേണം, ആറ്റിറ്റ്യൂഡ് വേണം. അതല്ലെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ബാങ്ക് ലോണൊക്കെ കിട്ടും. അങ്ങനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്ക് ലോണൊക്കെ പതുക്കെ എടുത്ത് പതുക്കെ തുടങ്ങുക. ഇഷ്ടമുള്ള ജോലി, ഇഷ്ടമുള്ള ബിസിനസ്. സോ ലെറ്റ് യു ഫൈൻഡ് ഔട്ട് വൺ ബിസിനസ്. അങ്ങനെ ഇപ്പോൾ ജ്വല്ലറി ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെരുപ്പായിരിക്കാം, ജ്വല്ലറി ആയിരിക്കാം. ഇപ്പോൾ ഇല്ലാത്തതും കിട്ടാത്തതുമായ സാധനങ്ങളിലേക്ക് പോകും. ധാരാളം അവൈലബിൾ ആയ സാധനത്തിലേക്ക് പോകാതെ കിട്ടാത്തതും കുറച്ച് റെയർ ആയിട്ടുള്ളതും ആൻഡ് ഈസിലി മാർക്കറ്റബിളും ആയ സാധനത്തിലേക്ക് പോവുക. മനുഷ്യന് ആവശ്യമുള്ള സാധനം കണ്ടുപിടിക്കുക. നിത്യേന ആവശ്യമുള്ള ചെറിയ സാധനങ്ങളിലേക്ക് ആദ്യം വെച്ച് തുടങ്ങി പതുക്കെ മുന്നോട്ട് പോകും. ഓൾ ദ ബെസ്റ്റ് നക്ഷത്ര. ഇഷ എന്നാണ് പേര്. കൂട്ടത്തില് ഏറ്റവും ബേബിയാണ്, LKG ആണ് തോന്നുന്നത്. ഇഷയാണ്. ഇഷയുടെ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് കേൾക്കാം. എൻ്റെ പേര് ഇഷ. ഞാൻ ലെക്കോട്ട് ചെമ്പക ഇന്റർനാഷണൽ LKGയിലാണ്. ഞാൻ ബീനമ്മേൻ്റെ അടുത്തൊരു ചോദ്യം കേട്ടിട്ട്, ബീനമ്മയുടെ കടയിൽ ഒത്തിരി സാരികളുണ്ട്. അതിൽ ബീനമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരി ഏതാണ്? അതൊന്ന് പറയാമോ? ഏറ്റവും ഇഷ്ടമുള്ള സാരി ഏതാണ്? നമ്മുടെ വനവാരിയിൽ കുറെ ഉണ്ടാവും. അതിൽ അപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ്? ഇതിനൊരു ആൻസർ ആണ് ചോദിക്കണം. ഹായ് ഇഷ സംസാരിച്ചതിൽ വളരെ സന്തോഷം. LKGയിലുള്ള ഇഷയ്ക്ക്, ലാക്കോൺ ഇന്റർനാഷണൽ സ്കൂളിലുള്ള ഇഷയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. ഇഷ, ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരി. ഓക്കെ, ഓൾറൈറ്റ്.
മൾട്ടി കളർ ചെക്സ് വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ്. ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാരി. ഇതിനിപ്പോൾ 2000 രൂപ 2200 രൂപ പോലും വരില്ല. ഷുഡ് ബി ലെസ് ദാൻ ദാറ്റ്. ആൻഡ് അത്ര ഈസിയാണ്. ദിസ് ഇസ് അവൈലബിൾ ഇൻ ഇറ്റ് ഷുഡ് ബി അവൈലബിൾ ഇൻ സിമാടി. ആൻഡ് ദിസ് ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് സാരി. ഓക്കെ, ആ ചോദ്യത്തോട് ആഡ് ഓൺ ചെയ്ത് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോൾ മാം ഇഷ്ടപ്പെടുന്ന സാരികൾക്ക്, അല്ലെങ്കിൽ മാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് പാറ്റേൺ ആണ്, അല്ലെങ്കിൽ എവിടെ നിന്നുള്ള സാരിയാണ്, ഇന്ത്യയിലെ ഏത് ഭാഗത്തു നിന്നുള്ള സാരിയാണ്, ഏതെല്ലാം സാരികൾ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ കാരണം എന്താണ്? ഒരുപാട് ആൾക്കാർ പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ചോദ്യത്തിന് ഇങ്ങനൊരു ഡയമെൻഷനിലൊരു ഉത്തരം പ്രതീക്ഷിക്കും. കാരണം സാരിയെപ്പറ്റി ഇത്രത്തോളം അറിയാവുന്നവരാണ്. ഇതിപ്പം നമ്മൾ കാലത്തിനനുസരിച്ചും ഞാൻ എവിടെയാ നിൽക്കുന്നതിനനുസരിച്ചും ഒക്കെ ഞാൻ ഉൾപ്പെടുന്ന സൊസൈറ്റിക്ക് അനുസരിച്ചും പല പല ഉത്തരങ്ങൾ പറയേണ്ടി വരും. അതങ്ങനെ ഇപ്പം ഞാൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നോ, ഞാൻ എവിടെ പോകണം. ഇപ്പോൾ ഈറോഡ് പോയി ഞാൻ. അപ്പോൾ ഈറോഡുകാർക്ക് മൾട്ടി കളർ ബോർഡർ ആയിരുന്നു ഇഷ്ടം. അപ്പോൾ അവർ വളരെ ഒരു എക്സ്പെൻസീവ് കല്യാണത്തിനാണ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ ഹാഡ് ടു ടേക്ക് എ ടിഷ്യൂ സാരി ആൻഡ് ഐ ഹാഡ് ടു ഹാവ് മൾട്ടി കളർ സ്റ്റോൺസ്, ഷെല്ലും മൾട്ടി കളർ സ്റ്റോണും ഒക്കെ വെച്ച് എംബ്രോയിഡറി ചെയ്തിട്ട് പോകേണ്ടി വന്നു. പോയി ഞാൻ ആ ഒരു കല്യാണത്തിന്. ബിക്കോസ് അവരുടെ ഇഷ്ടം അങ്ങനെയായിരുന്നു. സോ ഡിപ്പെൻഡ്സ് നമ്മൾ എവിടെ പോകുന്നു, ഏത് സൊസൈറ്റിയിൽ പോകുന്നു, എന്താണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്, അതിനനുസരിച്ച് എൻ്റെ ആഗ്രഹങ്ങളെ വളച്ചൊടിക്കേണ്ടി വരും പലപ്പോഴും. പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ആൻസർ, ഇറ്റ്സ് എ വെരി ബിഗ് ആൻസർ. ഇറ്റ് വിൽ നോട്ട് ബി കണ്ടന്റ് ഹിയർ. ഇപ്പോൾ പണ്ട് രാജ്കോട്ട് പട്ടോള ഉണ്ടായിരുന്നു, പൈറ്റാൻ പട്ടോള ഉണ്ടായിരുന്നു, ഒഡീസ സാരീസ് ഉണ്ടായിരുന്നു, മുനിയ ബോർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പലതും ട്രഡീഷണൽ പലതും ഉണ്ട്. അതിനിപ്പം ലക്ഷക്കണക്കിന് രൂപ വിലയും, കലംകാരി ഒറിജിനൽ, അതിനൊക്കെ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വിലയും അൺഅവൈലബിളും, അത് നമുക്ക് മനസ്സിലാവത്ത പോലുമില്ല. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആർ സോ മച്ച്, ഒരുപാട് ഉണ്ട് താൻ. അപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു അംബാനി അദാനി പോലത്തെ ഒരു മീറ്റിങ്ങിനാണ് ഞാൻ പോകുന്നെങ്കിൽ ഐ ഷുഡ് ഫൈൻഡ് ഔട്ട് ആൻ ഒറിജിനൽ ടു വെയർ ആൻഡ് ഗോ. അല്ല ഞാനൊരു സാധാരണ ഫംഗ്ഷനാണ് പോകുന്നെങ്കിൽ അത്ര മെനക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിപ്പെൻസ് ഓൺ വേർ ഐ ആം ആൻഡ് വാട്ട് ഐ ആം. ആരെ പ്രതിനിധാനം ചെയ്യുന്നു, ലൈക്ക് ഏത് ഫംഗ്ഷനാണ് പോകുന്നത് അതുപോലെ ഇരിക്കും എൻ്റെ ഡ്രസ്സിങ്. സാരി മലയാളികളുടേതല്ല സാരി അല്ലേ? അടിസ്ഥാനമായി മലയാളികളിലേക്ക് വന്നു ചേർന്നതല്ലേ സാരിയുടെ ഉത്ഭവം? ഇത് മിക്കവാറും ലൈക്ക് 600 BC തൊട്ടൊക്കെ ഉള്ളത് പല രീതിയിൽ ഒരു ഡ്രേപ്പായിട്ട് വന്നു. അത് പിന്നെ എന്നെ സാരിയായി മാറി. വെറും ഒരു ഈജിപ്ഷ്യനൊക്കെ വെറും ഡ്രേപ്പാ. വെറും ഇപ്പം ദിസ് 6 മീറ്റർ അൺസ്റ്റിച്ച്ഡ് ക്ലോത്ത്. ഒരു വലിയ അതിശയമാണല്ലേ സാരി എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ബ്രാഹ്മിൻസ് ആണെങ്കിൽ 6 ഗജം വേണം. അത് അടിക്കുടി താറുപാച്ചി അവർ ഉടുക്കുന്നത്. സോ സിൽക്ക് കിട്ടിയുന്ന സമയത്ത് സിൽക്ക് യാണൊക്കെ വെച്ച് അവരുണ്ടാക്കാൻ പഠിച്ചു, ഡൈ അടിക്കാൻ പഠിച്ചു, അത് വെയിലത്തിട്ട് ഉണക്കി വീവ് ചെയ്യാൻ പഠിച്ചു. പക്ഷെ ഇപ്പം ഇതൊന്നും പോസിബിൾ അല്ല. ഇപ്പം എല്ലാം മെക്കനൈസ്ഡ് ആയി. അപ്പൊ വില അണ്ടർ കൺട്രോൾ ആയി. എല്ലാത്തിൻ്റെയും കോപ്പിയാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അത്ര നല്ല കോപ്പി കിട്ടും, ഒറിജിനല് തോറ്റു പോകുന്ന രീതിയിൽ. ഇപ്പോൾ ഈ 60-70 വയസ്സുള്ള സ്ത്രീകൾ വരെ ചുരിദാർ ഉപയോഗിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മളെത്തി. സാരിയുടെ മാർക്കറ്റ് കുറഞ്ഞിട്ടുണ്ടോ? സാരി സ്റ്റിൽ ഡൂയിങ് ഓക്കെ. ഓക്കെ, അതൊരു സാരിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് അല്ലേ? സാരി സ്റ്റിൽ ഡൂയിങ് ഓക്കെ. ലൈക്ക് you will look your best. Indians will look their best in sarees. With a traditional function, tradition keep ചെയ്യണമെങ്കിൽ we have to go back to the tradition. ഒരു ആരോഗ്യ പ്രവർത്തക ഉണ്ടായിരുന്നു പത്തനംതിട്ട, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. ഞാൻ അവരുടെ ഒന്നൊക്കാം. നമസ്കാരം മാം, എൻ്റെ പേര് ജിഷ. ഇത്രയും കോമ്പറ്റീഷനുള്ള ഈ വസ്ത്ര വ്യാപാര രംഗത്ത് പുതിയ സംരംഭകരായി വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോഴുള്ളവർക്കും മാമിന് നൽകാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അതേപോലെ ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഒരു ഷീമാട്ടി ഉടനെ പ്രതീക്ഷിക്കാമോ? താങ്ക് യു മാം. ഹായ് ജിഷ, ദിസ് ഇസ് ബീന കണ്ടന്റ് ഫോർ യു. വളരെയധികം നന്ദി ഇങ്ങനെ ഒരു സമയമെടുത്ത് ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ മെനക്കെട്ടതിനും ഒരു വീഡിയോ ചെയ്ത് അയച്ചതിനും വളരെയധികം നന്ദി. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ജിഷ എന്തിലേക്ക് കാലെടുത്ത് വെച്ചാലും നന്നാവട്ടെ. വെറുതെ സംരംഭം എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ പോരാ, അതിനുള്ള മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയണം. നമ്മൾ ഫുൾ ടൈം അതിൻ്റെ പുറകെ നടക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയണം. നമ്മൾ എന്നും ഒരേപോലെ ഇരിക്കില്ല. വീട്ടിൽ അസുഖങ്ങൾ വരും, പുതിയ ജനനങ്ങൾ വരും, പുതിയ മരണങ്ങൾ വരും, ഇങ്ങനെ പല കാര്യങ്ങളും വീട്ടിൽ നടക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൊച്ചിൻ്റെ കാലൊന്ന് മുറിഞ്ഞെന്ന് വരാം. അപ്പോൾ ഇത് പല ആക്സിഡൻസും പല ഇൻസിഡൻസും ഒക്കെ അത് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം നമ്മുടെ റിസോഴ്സസ് ഏത് ഇട്ടാലും, പൈസ ഇട്ടാൽ തിരിച്ചു കിട്ടുന്ന
കിട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുള്ള മാർക്കറ്റ് ഉണ്ടോ, ആവശ്യമുണ്ടോ ഇന്നത്തെ സൊസൈറ്റിയിൽ എന്ന് ആലോചിച്ചിട്ട് വേണം നിങ്ങൾ അതിന് മുന്നോട്ട് പോകാം. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥ കൃത്യമായ റിസർച്ച് വേണം. അതെ, അല്ലേ? എന്തൊക്കെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകും. പത്തനംതിട്ടയിലേക്ക് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരു 8-10 വയസ്സായ ഒരു ബീന അച്ഛൻ്റെ കൂടെ ശീമാട്ടി പത്തനംതിട്ടയിൽ 3 പ്രാവശ്യത്തിൽ കൂടി വന്നിട്ടുണ്ട്. അത് എൻ്റെ മനസ്സിൽ പച്ചയ്ക്ക് കിടക്കുന്ന ചില ഓർമ്മകളിൽ ഒരു ഓർമ്മ അതാണ്. രാത്രി 8:30 മണിക്കാണ് അന്ന് ഒരു പ്രാവശ്യം വന്നതും. സോ 3 പ്രാവശ്യം ഞങ്ങൾ പത്തനംതിട്ട ശീമാട്ടിയിൽ വന്നിട്ടുണ്ട്. ശീമാട്ടി പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. ഇനി ഇപ്പോഴത്തെ കാര്യം പത്തനംതിട്ടയിലും ഒക്കെ നിറയെ കടകളാണല്ലോ. നമുക്ക് നോക്കാം, ഗ്രേറ്റ് ഇന്ത്യൻ സാരിയോ എന്തെങ്കിലും ഫ്രാഞ്ചൈസി ആയോ, അതല്ലെങ്കിൽ വെഡിങ് മാറ്റേഴ്സ് എന്തെങ്കിലും ഫ്രാഞ്ചൈസി ആയോ ഒക്കെ അവിടെ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചോളൂ. അതിന് വല്ലവരുണ്ടെങ്കിലും മുന്നോട്ട് വരാൻ പറയൂ. ലെറ്റ് us see എന്താണ് നമ്മുടെ സ്റ്റോറിൽ ഇരിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് വേണ്ടി ദൈവം എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഹായ്, എൻ്റെ പേര് ലക്ഷ്മിപ്രിയ മനു. ഞാൻ SNDP-HSS നീലേശ്വര സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്പയർസ് ടു ക്രിയേറ്റ് യൂണിക് ഡിസൈൻസ് അറ്റ് ഷീമാട്ടി ആൻഡ് ഹൗ ഡു യു ബ്ലെൻഡ് ട്രഡീഷൻ വിത്ത് മോഡേണിറ്റി? ഹായ്, ലക്ഷ്മിപ്രിയ ഫ്രം നീലേശ്വരം, SNDP-SH നീലേശ്വരം സ്കൂൾ നീലേശ്വരത്തിൽ +2 വിദ്യാർത്ഥിയായ ലക്ഷ്മിപ്രിയയ്ക്ക് നമസ്കാരം. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ്. പുതിയ ഡിസൈൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ലൈക്ക് കസ്റ്റമേഴ്സ്ക്ക് എന്തെങ്കിലും പുതിയത് കൊടുക്കണം, പുതിയ ഒരു ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വരണം എന്നുള്ള ആവശ്യവും ആഗ്രഹവും എപ്പോഴും മനസ്സിൽ നിൽക്കുമ്പോൾ പുതിയ പുതിയ പ്രോഡക്ട്സ് കണ്ടുപിടിക്കാനും ഇറക്കാനും പുതിയ സീൻസ് കൊണ്ടുവരാനും ഒക്കെ തോന്നും. സോ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. ആൻഡ് ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യൻ കൾച്ചറും സൗത്ത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോഴത്തെ ജെൻസിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്രഡീഷണൽ മോഡേൺ ആക്കാനും ഒക്കെ ശ്രമിക്കും. അങ്ങനെ ജെൻസിയുടെ ആവശ്യമാണ് നമ്മൾ ഈ ട്രഡീഷണൽ മോഡേണിറ്റി കൂടെ മിക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പിന്നീട് കുറേ ആളുകളുണ്ട്, അവർ 100ഓളം വീഡിയോകൾ നമുക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ട് അത് അയക്കാൻ പറ്റാതെ അതിലൊരു വീഡിയോ അയച്ചു തന്നിട്ട്, ഒരു ലത എന്ന് പറഞ്ഞ ടെക്സസിലുള്ള ഒരു പുള്ളിക്കാരിയാണ്, അതിലൊരെണ്ണം അയച്ചു തന്നിട്ട് ഇനി ഈ വീഡിയോ കാണിക്കണ്ട, കാരണം കോൺഫിഡൻസ് ഇല്ല ഈ വീഡിയോ. പക്ഷെ ആ വീഡിയോ ഞാൻ കാണിച്ചില്ല. ഈ ഇത്ര നല്ല എംപ്ലോയീസിനെ എവിടെ നിന്നാണ് കിട്ടണത്? അവരെ റിക്രൂട്ട് ചെയ്തതിന് ശേഷം ട്രെയിൻ ചെയ്യലാണോ, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ട്രെയിൻഡ് എംപ്ലോയീസിനെ നോക്കി ഹയർ ചെയ്യലാണോ ചെയ്യണമെന്ന്? ബെസ്റ്റ് എംപ്ലോയീസ് ആണ് അവരുടെ. ഇത് എറണാകുളം ഷീമാട്ടിയിലുള്ള ഇത് കസ്റ്റമർ സർവീസ് പറയാനില്ല. അപ്പോഴാണെങ്കിൽ ഞാൻ ഒത്തിരി ആംഗിളിൽ വെച്ച് നോക്കിട്ടോ, എല്ലാത്തിനും ഒരേ മുഖമാണ് വരണത്. അവരോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളതാണ് അവരെ ലത എന്നാണ്. ടെക്സസിലെ ലത ഫ്രം ടെക്സസ്. ഹായ്, ഹാവ് എ ഗ്രേറ്റ് winter or have a great icy day with you. Let it be okay with you all. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാം ഐസ്. നിങ്ങൾ അവിടുത്തെ കഷ്ടപ്പെടുന്നുണ്ടാവും. ലെറ്റ് യു റിലാക്സ്, ലെറ്റ് യു ബി ഹാവിങ് എ ഗുഡ് സ്പ്രിങ് അഹെഡ്. ഞാൻ വരുന്നുണ്ട്, നോക്കാം. ഗോഡ് വില്ലിങ് ഐ വിൽ ബി ദെയർ ഇൻ ഷിക്കാഗോ ഫോർ യു സൂണർ ഓർ ലേറ്റർ. ആസ് ഓൺ ഡേറ്റ് May 1st and 2nd ആണ്. If you can fly to Chicago, you can see me. I don't know how far is Texas from Chicago. You need to take a flight to Chicago. Chicago Kanana Cathedral Hall or something on 2nd of May evening. When you can see me, you may contact Chicago Malayali Association for that. And Leda, തൻ്റെ മുഖം നല്ലതാ, ഏത് ആംഗിൾ വെച്ച് എടുത്താലും നല്ലതാ. സോ നമ്മുടെ ശരീരം എന്ത് തന്നെ ആവട്ടെ, it is beautiful, it is pretty, and let you say that in loud and clear voice. ആൻഡ് അങ്ങനെ പറയുമ്പോൾ തന്നെ തൻ്റെ കോൺഫിഡൻസും സന്തോഷവും പതിമനന്ത് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫോർ എവറിത്തിങ് യു ലുക്ക് ഗുഡ്. ആൻഡ് വാട്ട് വാസ് ലൈക്ക് എംപ്ലോയീസിനെ ഞങ്ങൾ എവിടെ നിന്നും അങ്ങനെ വേറെ ട്രെയിൻ ചെയ്തവരല്ല കൊണ്ടുവരുന്നത്. ഇപ്പം ദർ ഇസ് എൻ HR ടീം ഹു ട്രെയിൻസ് മെനി ഓഫ് ദം. CSR ടീമിനെയൊക്കെ അവർ നന്നായി ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്, ഇൻ ഹൗസ് ട്രെയിനിങ്. അല്ലാണ്ട് ബാക്കി എംപ്ലോയീസിനെയൊക്കെ ഞങ്ങൾ തന്നെ എന്ന് പറഞ്ഞും വളർത്തിയും പഠിപ്പിച്ചും ഒക്കെ എടുക്കുന്നവരാണ് 90%. ചെറിയ ചെറിയ ട്രെയിനിങ് ക്ലാസ്സസ് അകത്ത് കാണാം. CSRനെയൊക്കെ നല്ലപോലെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് നമുക്കൊരു പമു വർഗീസ് ഒരു
പമു വർഗീസ് എന്നാണ്. ഞാനത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. ഞാൻ എന്തായാലും വീഡിയോ കാണിച്ചു. ഹായ് മാം, മൈസെൽഫ് പമു വർഗീസ്. ഞാനിപ്പോൾ കറൻലി എത്യോപ്യയിലാണ്. ഈ ഇടയ്ക്ക് മാമിൻ്റെ ഈജിപ്ഷ്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കളക്ഷൻസിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഐ തിങ്ക് യു വെൻറ്റ് ഓൺ 2024. ഡു യു ഹാവ് എനി ഐഡിയ ഓൺ കൊളാബറേറ്റിംഗ് വിത്ത് എത്യോപ്യൻ ഫാഷൻസ്? ഇവിടെ ഹാൻഡ്ലൂംസ് ഒക്കെ ഭയങ്കര പോപ്പുലർ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. Hi Pamu, Pamu from Ethiopia, Africa. Nice hearing from you. All the very best and thanks for taking time out to talk to us. Pamu, very happy for you. All the best for your life and everything which may go ahead with you. In fashion in Africa, I should be 20 million times more rich than what I am if I need to come to Africa and collaborate with you guys. It is very, very expensive. And not that we cannot. Attitude is there, temperament is there. We know what to do. We are ready, provided if the great God is listening to us as He is always. Let Him provide the stage, and we are there for you. അടുത്തത് ഒരു അശ്വതിയാണ്, കാനഡ. ഞാൻ അതും കൂടി പ്ലേ ചെയ്യാം. Hello ma'am, my name is Ashwati and I'm from Canada. So the question that I want to ask you is that in your opinion, what are the opportunities that exist in Kerala to introduce Canadian fashion trends or Canadian fashion styles in Kerala? And also, what is your opinion about introducing a Kerala inspired style or Kerala inspired fashion in Canada? And what would you suggest to keep, or what are the changes that you would like to do to help the people over here to connect with Kerala fashion? Thank you. Hi Ashwati from Canada. This is Veena Kannan for you. Thanks for the time and effort taken to be with us. All the best in your life and let everything be going good with you. And regarding fashion in Canada, or it's universal fashion in Canada if I'm right. So പ്രത്യേകിച്ച് ഒരു കനേഡിയൻ ഫാഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാഷൻ എൻ്റെ മനസ്സിൽ കയറി വരുന്നില്ല. ആൻഡ് യൂണിവേഴ്സൽ ഫാഷൻ ഇപ്പോൾ കേരളയിൽ വന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് ലിമിറ്റ്സ് ഒക്കെ കാണും. ലൈക്ക് വാട്ട് എവർ ഈസ് യൂണിവേഴ്സൽ ഈസ് ഓൾറെഡി ദയർ ഇൻ കേരള. ഇപ്പോൾ കേരള ഈസ് യൂണിവേഴ്സൽ. ലൈക്ക് ഇപ്പം ജീൻസോ ടോപ്പോ അല്ലെങ്കിൽ വാട്ട് എവർ ഗൗൺസോ അല്ലെങ്കിൽ വൈറ്റ് വെഡിങ് ഗൗൺസോ വിച്ച് ഇസ് ട്രെൻഡിങ് ഇൻ കാനഡ, അത് അമേരിക്കയിലും അതൊക്കെ തന്നെ കേരളത്തിലും ഉണ്ട്. സോ ഇറ്റ്സ് ഓൾറെഡി ഹിയർ. ആൻഡ് സോ ഇപ്പോൾ കേരള ഫാഷൻ അവിടെ കൊണ്ടുവരണമെങ്കിൽ വെദർ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്, our fabrics are totally different, the weather conditions are 100% different. Canada is the most difficult place. 8 മാസം ഭയങ്കര തണുപ്പും കൊടും തണുപ്പുള്ളവരടുത്തേക്ക് കേരളത്തിലെ ലോലമായ കേരള സാരി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് will be difficult. But see, if you are inside ഒരു വെതർ കൺട്രോൾഡ് ഒരു റൂമിനകത്താണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫാഷൻ കൊളാബറേഷനും ഒക്കെ ചെയ്തു തരാൻ പറ്റും. പ്രൊവൈഡഡ് യു ഗിവ് മീ എ ഫോറം ആൻഡ് ദ റിസോഴ്സസ്, ആൻഡ് ദെയർഫോർ യു ഐ ക്യാൻ ഡു മൈ ബെസ്റ്റ്. And there are many ways I can bring in Kerala fashion to suit your culture. But the weather is a problem. You will not be able to wear it and walk around. But fashion is fashion. ഒരു 100 പേരുടെ സഭയിൽ തന്നെയാണല്ലോ ഈ ഫാഷൻ ഷോ നടക്കുക. സോ അതൊക്കെ ക്വൈറ്റ് പോസിബിൾ ആണ്. കൺട്രോൾഡ് എൻവയൺമെൻറ്റിലുള്ള ഡ്രസ്സസും തരാനും പോസിബിൾ ആണ്. താങ്ക് യു. പിന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് അയച്ചു തന്നിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവാട്ടി ചെയ്യുന്ന കാര്യങ്ങളെന്നും ആൾക്കാരാണ്. അത് ഇവിടെ തന്നെയാണ്, മാളയിലെ ടീച്ചറാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റമർ മോഡലിനെ പറ്റി പറയാം. അപ്പോൾ എന്ത് നേരത്തെ മുതൽ ശിവാട്ടി ചെയ്താലും അത് ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അത് ഇനി ഉണ്ടോ എന്നാണ്. ഞാൻ റിപ്ലൈ ചെയ്യാം. ഹായ് ബീന മാം, ഇറ്റ്സ് മീ നീതു. ഞാൻ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലെ ടീച്ചറാണ്. എനിക്ക് മാമിനോട് ചോദിക്കാനുള്ളത് ദാറ്റ് ഈസ് അബൌട്ട് യുവർ കസ്റ്റമർ മോഡലിംഗ്. ഞങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സിന് വളരെയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു മാമിന്റെ ഷിമാട്ടിയുടെ കസ്റ്റമർ മോഡലിംഗ്. സോ അതിലേക്ക് എത്താനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? Hi Neetu, this is Veena Kannan for you. Hope you are doing well in your Raju Davis Science School in Mala. ഞങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചതിന് വളരെയധികം സന്തോഷം. Nice to, very happy to connect with you. All the best in your teaching profession and in your life. I don't know the year, 90s ബിഗിനിങ്ങിലോ 80s ലാസ്റ്റോ വല്ലോ ആയിരിക്കും. 86, 87 കസ്റ്റമർ മോഡൽസിൻ്റെ ഐഡിയ പറഞ്ഞത് വിക്കാൻ മേനൻ സാറാണ്. സോ എന്നിട്ട് ദാറ്റ് വാസ് ദെയർ ഇൻ മൈ മൈൻഡ് ഫോർ സം ടൈം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അസോസിയേറ്റ്സിനോട്, അന്ന്
അവർ സെൻട്രലിലെ ടീമിനോട് അന്ന് പറഞ്ഞപ്പോൾ അവരാരും വില്ലിങ് അല്ല, ആരും പോയി ചോദിക്കത്തില്ല. ഇനി വല്ലതും തെറ്റ് പറ്റിയാൽ നാട്ടുകാരൊക്കെ ഞങ്ങളെ തല്ലും മാഡം എന്നും പറഞ്ഞ് എല്ലാവരും 100 സ്റ്റെപ്പ് പുറയിലാണ്. ദാറ്റ് വാസ് ഗോയിങ് ഓൺ ഫോർ 6 months. ഞാൻ 3-4-5 മാസമായി അങ്ങനെ പോയി. അപ്പം അങ്ങനെ ഒരു കാര്യം വെച്ച് നീട്ടാൻ എനിക്കിഷ്ടമല്ല. അതിലൊരു പൊരുൾ ഞാൻ കണ്ടു, അതിലൊരു നന്മ ഞാൻ കണ്ടു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐ വാണ്ടഡ് ഇറ്റ് ടു ബി ടേക്കൺ ടു ദ കസ്റ്റമേഴ്സ്. അവരിലേക്ക് അത് റീച്ച് ചെയ്യണം, അവരിലേക്ക് അത് എത്തണം എന്ന് ഞാൻ മനഃപൂർവ്വം ആഗ്രഹിച്ചു. ഞാൻ തന്നെ ചോദിക്കാൻ തുടങ്ങി കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അപ്പം കല്യാണത്തിനൊക്കെ വരുന്നവരോട് ചോദിച്ചാൽ അവർ അടുത്ത മാസം കല്യാണം, അതിൻ്റെ അടുത്ത മാസം ഫംഗ്ഷനിലൊക്കെ പറയുമ്പം അവർ 2 കുടുംബത്തിലേക്കും ഉള്ള ഉത്തരങ്ങളൊക്കെ പറയേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പുറകോട്ടാക്കി ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തന്നെ ആദ്യത്തെ 10-20 സെറ്റ് 2 റോളിങ് എത്തിച്ചു കൊടുത്ത് കഴിഞ്ഞ പിന്നെയാണ് ഇത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അന്നത്തെ കാലത്ത് എൻ്റെ ടീമിന് തന്നെ ഉണ്ടായത്, മാർക്കറ്റിംഗ് ടീമിനുണ്ടായത്. അത് അത്രയും പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ്, അത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷമാണ്. ഐ ഹാവ് ടു ഫിസിക്കലി ഡു, ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. സോ ഐ എം ഹാപ്പി ദാറ്റ് യു റിസീവ് ഇറ്റ് വിത്ത് ഹാപ്പിനെസ്. ഇപ്പം ഓക്കെ, ലെറ്റ് BBP ആണ് ഇപ്പോഴത്തെ ഏജൻസി. You can send it to the marketing, to the department of BBC. BVP. BVP ആണ് ഇപ്പോഴത്തെ Better Brands and Practices. BVP. B for Bina, and B for Peter. BVP ആണ് ഇപ്പോഴത്തെ agency. So you please send your pictures and your information to them. And let me handle it. You may email it to them, or you may mail it to them physically, I don't know. So let you contact them, and when I get a group and if they are willing, we are there for you. ഒരു സന്തോഷകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കസ്റ്റമർ മോഡൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് ആളുകൾക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ആ ഒരു കാര്യം റിമൈൻ ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞ അവസരത്തിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങളിൽ അതുണ്ടെന്നുള്ളതാണ്. അല്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ. ഒരു ഗ്രൂപ്പിനെ കിട്ടുമ്പം നമുക്ക് ചെയ്ത് പോകാം. നമസ്കാരം മാം, എൻ്റെ പേര് രശ്മി. ഞാൻ LICയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പണ്ട് മുതലേ മാമിൻ്റെ ഷോപ്പിൽ വരാറുണ്ട്. ഷീമാട്ടിയിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ ഉപരി മാമിനെ ഒരു നോക്ക് കാണാൻ പറ്റൂ എന്നുള്ളത് ആണ്. കാരണം മാമിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. മാം, ഞാനൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നു മാമിൽ നിന്ന്. വർഷങ്ങൾക്ക് മുന്നേ ഏറ്റവും വലിയൊരു സമ്മിൻഷേഡ് കേരളത്തിൽ എടുത്തിട്ടുള്ള ഒരു ലേഡി എൻ്റർപ്രണറാണ് താങ്കൾ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏറ്റവും നല്ല ഒരു പോളിസി ഹോൾഡറാണ് താങ്കൾ. മാം, ഇപ്പോഴും എപ്പോഴും ലേഡി എൻ്റർപ്രണേഴ്സ് ഉണ്ട്. പക്ഷേ എല്ലാവരും LIC എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോൾ മുഖം തിരിക്കുന്ന ആ സാഹചര്യത്തിൽ മാം എന്തുകൊണ്ടാണ് LICയിലെ ഇത്രയും വലിയൊരു പോളിസി ഹോൾഡർ ആയത്? കേരളത്തിലെ തന്നെ നമ്പർ 1 ഇൻഷുറൻസ് ഹോൾഡറാണ് മാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മാമിന് ഈ മുഖം തിരിക്കുന്ന അല്ലെങ്കിൽ ഇൻഷുറൻസിലൂടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെയാണ് മാം ഒന്ന് നോക്കിക്കാണുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. Hi Rishmi, the LIC agent. Nice to have you around. All the very best for your work and for your life. കടയിൽ വന്ന് എന്നെ കാണുമ്പം വന്ന് സംസാരിച്ചോളൂ. വളരെയധികം സന്തോഷം. LIC പോളിസി എടുക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത് ഇത് നമുക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് നമുക്ക് റിട്ടേൺ തരും. ലൈക്ക് എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ആവശ്യമായ ഒരു സമയത്ത് അത് നമുക്കൊരു ഫണ്ടായിട്ട് നമ്മുടെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കോ നമുക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യമുള്ളപ്പോഴോ ആ ഫണ്ടായി കൈ കിട്ടും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് LIC പോളിസീസ് എടുക്കാൻ പണ്ടേ പേരിപ്പിച്ചിട്ടുള്ളത്. കുറച്ച് തുക അതിലേക്ക് പോവുകയും നമുക്ക് ഒരു വലിയൊരു തുകയായി കൈ കിട്ടും. എൻ്റെ ഒരു ഇൻലോ മറ്റേ വീട്ടിൽ പെണ്ണ് തന്ന വീട്ടിലെ അദ്ദേഹം ഇന്നലെ മിനിങ്ങാന്ന് പോലും പറയുകയുണ്ടായി, ഞാൻ LIC പോളിസിയൊക്കെ എടുത്തിട്ടാണ് എൻ്റെ ഓരോ ആവശ്യങ്ങളും തീർത്തുകൊണ്ട് വന്നത് എന്ന് പുള്ളി ഇന്നലെ മിനിങ്ങാന്ന് പോലും പറയുകയുണ്ടായി. സോ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് വിൽ ബ്രിങ് മണി ടു യു വെനെവർ യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം പൈസ നിങ്ങളിലേക്ക് എത്തിക്കാനും അല്ല നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങളിലേക്ക് ഒരു ഫണ്ട് എത്തിപ്പിച്ച് ചേർക്കാനും LIC എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും.